السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറ്റവും ആദരണീയരായ സഹോദരീ സഹോദരങ്ങളെ, കരുണാമയനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും കൃപയും കാരുണ്യവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ അറിയുക, പഠിക്കുക എന്നുള്ളത് വളരെ മൗലികമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ്. അള്ളാഹുവിനെ അറിയുവാൻ, പഠിക്കുവാൻ തീർച്ചയായിട്ടും വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന, ഇസ്ലാമിക ശരീഅത്ത് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന. അതിനെക്കുറിച്ച് അറിയുക, അത് നല്ലവണ്ണം മനസ്സിലാക്കുക എന്നുള്ളത്. ഒരു വീടിന് ഒരു തറ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ശരീരത്തിൽ ഹൃദയം, അതെപ്രകാരം പ്രാധാന്യമുണ്ടോ അതുപോലെയാണ് ഇസ്ലാമിന് തൗഹീദ് എന്ന് പറയുന്നത്. അത്രമാത്രം അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിഷയമാണ് തൗഹീദ്, ഏകദൈവ വിശ്വാസം. ഈ തൗഹീദ് എന്ന് പറയുന്നത്, ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത്
3 സുപ്രധാനമായ ഘടകങ്ങൾ കൂടിച്ചേർന്നതാണ്. അള്ളാഹുവിൻ്റെ ഏകത്വം, അള്ളാഹുവിൻ്റെ വഹദാനിയത്ത്, അതാണല്ലോ തൗഹീദ് എന്ന് പറയുന്നത്. ആ തൗഹീദിന് 3 ഘടകങ്ങൾ, 3 ഇനങ്ങൾ. തൗഹീദുർ റുബൂബിയ്യ, റബ്ബ് അള്ളാഹു മാത്രമാണ് എന്നുള്ള വിശ്വാസം. മറ്റൊന്ന് തൗഹീദുൽ ഉലൂഹിയ്യ, ഇലാഹ് റബ്ബ് മാത്രമാണ്, ആരാധന അവന് മാത്രമേ പാടുള്ളൂ എന്നുള്ള വിശ്വാസം. മൂന്നാമത്തേത് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അത്യുത്തമമായിട്ടുള്ള, മനോഹരമേറിയിട്ടുള്ള, ഉന്നതമായിട്ടുള്ള നാമങ്ങളും ഗുണവിശേഷണങ്ങളും അത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്നുള്ള ഒരു വിശ്വാസം. ആ നാമങ്ങളും ഗുണവിശേഷണങ്ങളും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല പ്രവാചകന്റെ ചര്യയിൽ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള നാമങ്ങൾ അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ തൗഹീദ്, നമ്മുടെ വിശ്വാസം സമ്പൂർണമായിട്ട് മാറണമെങ്കിൽ, ക്ലിയർ ആവണമെങ്കിൽ അസ്മാഉൽ ഹുസ്ന മനസ്സിലാക്കേണ്ടതുണ്ട്. അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നത് നമ്മൾ സൂചിപ്പിച്ചു, അള്ളാഹുവിൻ്റെ കിതാബിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹീഹായ തിരുചര്യയിലും വന്നിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത്. പരിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാഇന്റെ 110 പറയുകയാണ്, ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹു അവന് ഉന്നതമായിട്ടുള്ള, അത്യുന്നതമായിട്ടുള്ള, ഉത്കൃഷ്ടമായിട്ടുള്ള നാമങ്ങളുണ്ട്. 20-ാം അധ്യായം സൂറത്ത് ത്വാഹ അതിൻ്റെ 8-ാമത്തെ വചനത്തിൽ പറയുന്നു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹു അവനല്ലാതെ ആരാധനക്കർഹനായിക്കൊണ്ട് മറ്റാരും തന്നെയില്ല. അവന് ഉന്നതമായിട്ടുള്ള, മനോഹാരിതയേറിയിട്ടുള്ള നാമങ്ങളുണ്ട്. ലഹുൽ അസ്മാഉൽ ഹുസ്ന, ഹുസ്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹാരിതയേറിയിട്ടുള്ള നാമങ്ങൾ. അതായത് അള്ളാഹുവിൻ്റെ നാമങ്ങളെന്ന് പറയുമ്പോൾ ആ സർവശക്തനായ അള്ളാഹുവിൻ്റെ സകല വിശേഷണങ്ങളും കുടികൊള്ളുന്ന നാമങ്ങളാണ്. ഇലാഹിൻ്റെ വിശേഷണങ്ങൾ കുടികൊള്ളുന്ന നാമങ്ങൾ. മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന ലില്ലാഹി 99 ഇസ്മാ, നിശ്ചയം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. മിഅതൻ ഇല്ലാ വാഹിദ, 100-ന് 1 കുറവ്. മൻ അഹ്സ്വാഹ ദഖലൽ ജന്ന, ആര് അത് ക്ലിപ്തമാക്കിയിട്ട് മനസ്സിലാക്കിയോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഇത് സഹീഹുൽ ബുഖാരിയിൽ 2737-ാമത്തെ വചനമാണ്. അപ്പോൾ ഇത് അഹ്സ്വാഹ എന്ന് പറഞ്ഞാൽ ഐ ഹഫിളഹ, അത് മനഃപ്പാഠമാക്കിയാൽ എന്നാണ് അതിന് അർത്ഥം നൽകിയിട്ടുള്ളത്. അപ്പോൾ ചില ആളുകൾ മനസ്സിലാക്കിയത് എന്താ, ഈ 99 നാമങ്ങൾ അത് മനഃപ്പാഠമാക്കിയാൽ സ്വർഗത്ത് പോകുമെന്ന. അങ്ങനെയല്ല. അത് മൻ അഹ്സ്വാഹ എന്നുള്ളതിൻ്റെ ഒരു ഭാഷാപരമായ അർത്ഥം മാത്രമാണ് ഹഫിളഹ, അത് ഹിഫ്ളാക്കിയാൽ, ബൈഹാർട്ടാക്കിയാൽ, മനഃപ്പാഠമാക്കിയാൽ എന്ന്. സത്യത്തിൽ ആ ഇസ്മുകൾ, ആ നാമങ്ങൾ, ഗുണവിശേഷണങ്ങൾ എന്തർത്ഥത്തിലാണോ അള്ളാഹു പ്രയോഗിച്ചത്, ആ അർത്ഥത്തിൽ ആ മുഴുവൻ നാമങ്ങളും വിശേഷണങ്ങളും നമ്മൾ അംഗീകരിച്ച് വിശ്വസിച്ച് അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ മാത്രമാണ് അതാണ് അഹ്സ്വാഹ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക.
ചില ആളുകൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളും ഗുണവിശേഷണങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്? അള്ളാഹുവിൻ്റെ പേരുകൾ ഇങ്ങനെ ചൊല്ലുകയാണ്. ഇപ്പോൾ ദിവസേന 2 തവണ ചൊല്ലുന്ന ആളുകളുണ്ട് ഈ 99 നാമങ്ങൾ. 10 തവണ ചൊല്ലുന്ന ആളുകളുണ്ട്. 100 തവണ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ചൊല്ലുന്ന ആളുകളുണ്ട്. അതിന് ചൊല്ലുന്ന പല രീതികളുമുണ്ട്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് എന്ന് തുടങ്ങി ഓരോ നാമങ്ങളും വിളിച്ച് അവസാനം യാ സബൂറു യാ അല്ലാഹ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നതുവരെ ഇങ്ങനെ ചൊല്ലുന്ന ആളുകളുണ്ട്. അതാണ് നമ്മുടെ 333 വക, 4444 വക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുസ്തകങ്ങൾ, വിറുദുകളുടെ പുസ്തകങ്ങൾ കാണാം. അതിനകത്ത് ഇങ്ങനെയുള്ള രീതികൾ കാണാം. നമ്മുടെ സഹോദരിമാർ അതുപോലെ സഹോദരങ്ങൾ ഇതൊക്കെ ഇങ്ങനെ പിന്നെ ഉരുവിട്ട് ചൊല്ലുന്നു. ഇത് ഇങ്ങനെ ഒരു രീതി അള്ളാഹു ഖുർആനിൽ പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. ഇനി ഇത് മാത്രമല്ല പ്രിയമുള്ളവരെ, അസ്മാഉൽ ഹുസ്ന റാത്തീബുണ്ട്. അസ്മാഉൽ ഹുസ്ന റാത്തീബ് എന്ന് പറഞ്ഞുകൊണ്ട് ആ റാത്തീബ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ അർ റഹ്മാനു അർ റഹീം എന്ന് പറയുന്ന ഇങ്ങനെയുള്ള നാമങ്ങൾ തന്നെയാണ്. പക്ഷേ അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. എന്താ പ്രശ്നം? ആ റാത്തീബിന് അത് ആരംഭിക്കുന്നത് തന്നെ ഇലാ ഹളറത്തി സയ്യിദുൽ അംബിയാഇ വൽ മുർസലീന സലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി വഅലൈഹിം അജ്മഈൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വഅസ്വാജിഹി വദുർരിയാതിഹി റിളവാനുല്ലാഹി തആല അൻഹും വറളിയ അന്നാ വനഫഅനാ ബിഹിം ഫിദ്ദീനി വദ്ദുനിയാ വൽ ആഖിറ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് മാത്രമല്ല, ഒരുപാട് ഏതാനും ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ വായിക്കുന്നത്. ഇത് അസ്മാഉൽ ഹുസ്ന റാത്തീബിൻ്റെ ആരംഭത്തിലുള്ള വഇലാ ഹളറാത്തിൽ അംബിയാഇ വൽ മുർസലീന വമലായികത്തില്ലാഹി അജ്മഈൻ സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹിം വഅലൈനാ ബിജാഹിഹിം വനഫഅനാ ബിഹിം അൽ ഫാത്തിഹ വഇലാ ഹളറാത്തി അസ്സാദാത്തിൽ ബദരിയീന വൽ ഉഹദിയീൻ വഅഹ്ലി ബൈഅത്തിർ റിളവാൻ വസായിരി സ്വഹാബത്തി റിളവാനുല്ലാഹി തആല അൻഹും വനഫഅനാ ബിഹിം ഫിദ്ദീനി വദ്ദുനിയാ വൽ ആഖിറ അൽ ഫാത്തിഹ വഇലാ ഹളറാത്തി സുൽത്താനിൽ ആരിഫീന സയ്യിദനാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി വഉസൂലിഹി വഫുറൂഇഹി അജ്മഈൻ റിളവാനുല്ലാഹി തആല അൻഹും വഅന്നാ നഫഅനാ ബിഹിം ഫിദ്ദീനി വദ്ദുനിയാ വൽ ആഖിറ അൽ ഫാത്തിഹ വഇലാ ഹളറത്തി സുൽത്താനിൽ ആശിഖീന സയ്യിദ്നാ അഹ്മദ് അൽ കബീർ റിഫാഇ വഉസൂലിഹി വഫുറൂഇഹി റിളവാനുല്ലാഹി തആല അൻഹും വഅന്നാ വനഫഅനാ ബിഹിം ഫിദ്ദീനി വദ്ദുനിയാ വൽ ആഖിറ അൽ ഫാത്തിഹ. അപ്പോൾ ഇങ്ങനെ അസ്മാഉൽ ഹുസ്ന റാത്തീബ് നമ്മുടെ ആളുകൾ ചൊല്ലുകയാണ്. അള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. സ്വഹാബ കിറാം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. താബിഈങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. തബഉത്താബിഈങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഉത്തമരായ നൂറ്റാണ്ടുകാർ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. സഹോദരങ്ങളെ, അപ്പോൾ ഇങ്ങനെയുള്ള അസ്മാഉൽ ഹുസ്ന റാത്തീബാകട്ടെ, അസ്മാഉൽ ഹുസ്ന ഈ രൂപത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് അത് ഇസ്ലാമികമായിട്ടുള്ള രീതിയല്ല. അത് വളരെ തെറ്റാണ്. അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാർഗത്തിൽ നിന്നുള്ള വ്യതിയാനമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെന്താ ചെയ്യേണ്ടത്?
എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്? അത് പരിശുദ്ധ ഖുർആനിൽ കാണാം. എത്രയോ മനോഹരമായ പ്രാർത്ഥനകളുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം കഅബാലയം പടുത്തുയർത്തുന്നു. എന്നിട്ട് അവർ പ്രാർത്ഥിക്കുന്നു, വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. കണ്ടോ, നീ സമീആണ്, അലീമാണ്. അതുകൊണ്ട് ഞങ്ങളിൽ നിന്ന് ഈ കർമ്മം സ്വീകരിക്കണമേ. ഞങ്ങളുടെ നാഥ റബ്ബന എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥന. സമീഉം അലീമുമായിട്ടുള്ള, അതാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ. ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ആ മഹാനായ പ്രവാചകന്റെ ചരിത്രം എല്ലാവർക്കും അറിയാം. കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല, സന്താന സൗഭാഗ്യമുണ്ടായിരുന്നില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രായാധിക്യം ചെന്നപ്പോൾ കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ അദ്ദേഹം അള്ളാഹുവിന് നന്ദി കാണിക്കുകയാണ്. അതേ, അള്ളാഹു എന്തൊരനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്താലും അത് സർവശക്തനായ അള്ളാഹുവിനാണ് അതിൻ്റെ നന്ദികൾ അർപ്പിക്കേണ്ടത്. അദ്ദേഹം പ്രാർത്ഥിച്ചു, അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ് ഇന്ന റബ്ബീ ലസമീഉദ് ദുആ. കണ്ടോ, ആ സ്തുതി അതൊരു പ്രാർത്ഥനയാണ്. ഹദീസിലും കാണാം, ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന അൽഹംദുലില്ലാ എന്നുള്ളതാണ്. ഇവിടെയുള്ള ആയത്ത് ഈ പ്രാർത്ഥന പറയുന്നത് അൽഹംദുലില്ലാ അല്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ്. എൻ്റെ ഈ വാർദ്ധക്യ അവസ്ഥയിൽ എനിക്ക് ഇസ്മായിലിനെയും ഇസ്ഹാക്കിനെയും ഒക്കെ പ്രദാനം ചെയ്ത റബ്ബിന് സർവസ്തുതിയും. തീർച്ചയായും അവൻ പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണ്, സമീഉദ് ദുആ. അത് പറയുകയാണ്. ഇങ്ങനെ എത്രയോ പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് എന്താ? വ അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർർ വ അൻത അർഹമുർ റാഹിമീൻ. അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്, അസ്മാഉൽ ഹുസ്നയാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് 3 ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇനി പ്രവാചകന്റെ തിരുവചനങ്ങളിൽ നിന്ന് 1-2 ഉദാഹരണങ്ങൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മഹാനായിട്ടുള്ള ഇമാം നസായി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനുൽ കുബ്രയിൽ, അതുപോലെ തന്നെ ഇമാം ഹാക്കിം അദ്ദേഹത്തിൻ്റെ അൽ മുസ്തദ്റക്കിൽ, ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ അൽ അസ്മാഉ വസ്സിഫാത്തിൽ ഒക്കെ ഉദ്ധരിക്കുന്ന, ഇമാം ഇബ്നു സുന്നി അദ്ദേഹത്തിൻ്റെ അമലുൽ യൗമി വൽ ലൈല എന്ന് പറയുന്ന കിതാബിലൊക്കെ ഉദ്ധരിക്കുന്ന ഒരു സംഭവം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്. മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പുത്രി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് പഠിപ്പിച്ച ഒരു പ്രാർത്ഥന. എന്താ പറയുന്നത്? മാ യംനഉകി അൻ തസ്മഈ മാ ഊസീകി ബിഹി. അതായത്, ഞാൻ നിനക്ക് വസൂയത്ത് ചെയ്യുന്നത് കേൾക്കാൻ നിനക്ക് എന്ത് തടസ്സമാണുള്ളത് എന്ന് മകളോട് പറയുകയാണ്. മകള് അനുസരണക്കേട് കാണിക്കുന്നവളായിട്ടല്ല, അതൊരു രീതിയാണ്, പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് അറബികളുടെ. അൻ തഖൂലി ഇദാ അസ്ബഹതി വ ഇദാ അംസൈതി. പ്രഭാതമായാലും വൈകുന്നേരമായാലും നീ ഇപ്രകാരം പറയണം, യാ ഹയ്യു യാ ഖയ്യൂം. ഹയ്യും ഖയ്യൂമും, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ, അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്. ആയത്തുൽ കുർസിയിലില്ലേ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തും വലാ നൗം. അപ്പോൾ ഹയ്യും ഖയ്യൂമുമായിട്ടുള്ള നാദാ, യാ ഹയ്യു യാ ഖയ്യൂം അസ്തഗീസു ബിറഹ്മതിക അസ്ലിഹ് ലീ ശഅനി കുല്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും നന്നാക്കി തരേണമേ. എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ
എൻ്റെ ദീനീപരമായ കാര്യങ്ങൾ, ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സകല നന്മകളും കുടികൊള്ളുന്ന അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് നീ നന്നാക്കി തരേണമേ. വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. കണ്ണ് ഇമ വെട്ടുന്ന നേരത്തേക്ക് പോലും എന്നിലേക്ക് എൻ്റെ കാര്യങ്ങൾ ചുമതലപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ പ്രാർത്ഥന. അപ്പം അത് അസ്മാഉൽ ഹുസ്ന പ്രയോഗിച്ചുകൊണ്ടുള്ളൊരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള 834 നമ്പർ, സഹീഹ് മുസ്ലിമിലും 2705 നമ്പർ വചനം, അതായത് മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ളൊരു വചനം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിക്കുകയാണ്, പ്രവാചകരെ, നമസ്കാരത്തിൽ എനിക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ ഒരു ദുആ പഠിപ്പിച്ചു തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുൽ, നീ പറയുക, പ്രാർത്ഥിക്കുക, എന്ത്? അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറാ വലാ യഗ്ഫിറുദ് ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. ഗഫൂറും റഹീമുമായിട്ടുള്ള, കണ്ടോ, അള്ളാഹുവിൻ്റെ നാമങ്ങളാ. ഇങ്ങനെയാണ് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ശൈലി. പക്ഷേ നമ്മുടെ ആളുകൾ എന്ത് ചെയ്യും? ആ ഖുർആൻ മാറ്റിവെച്ചിട്ട് റോഡ് സൈഡിൽ കിട്ടുന്ന, ചന്തകളിൽ കിട്ടുന്ന ചില ബുക്കുകൾ വാങ്ങാൻ, എന്നിട്ട് യാ റഹ്മാനു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ, യാ മലിക്കു യാ അല്ലാ, യാ സലാമു യാ അല്ലാ എന്നിങ്ങനെ 100 വട്ടമൊക്കെ ചെല്ലുന്ന ആളുകൾ, അവരുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നബി പഠിപ്പിക്കാത്ത, സ്വഹാബത്ത് പഠിപ്പിക്കാത്ത, അള്ളാഹുവിൻ്റെ കലാമിൽ, കിതാബിൽ, പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കാത്ത രീതിയാണ് അവർ അവലംബിക്കുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വദറുല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി സയുജ്സൗന മാ കാനൂ യഅമലൂൻ. സൂറത്തുൽ അറാഫ് 180. അത് കുറച്ച് ശ്രദ്ധാപൂർവം കേൾക്കണം, എന്നാലേ മനസ്സിലാകൂ. അതായത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഇൽഹാദ് നടത്തുന്ന ആളുകളെ നീ ഒഴിവാക്കുക, അവഗണിക്കുക എന്നാണ്. എന്താണ് ഇൽഹാദ് എന്ന് പറഞ്ഞാൽ? കൃത്രിമം കാണിക്കുക. യുൽഹിദൂന എന്ന് പറഞ്ഞാൽ അവർ കൃത്രിമം കാണിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു തആല സയുജ്സൗൻ, അവർക്ക് പ്രതിഫലം നൽകും, മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചത് കൊണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ കൃത്രിമം കാണിക്കുക? ഇപ്പോൾ അൽ ഇലാഹ് എന്ന് പറയുന്ന ആ പദപ്രയോഗമുണ്ടല്ലോ, നാമമുണ്ടല്ലോ, അതെന്നാണ് ലാത്ത എന്നാണ് അവർ പരാമർശിച്ചത്, അല്ലെങ്കിൽ വാദിച്ചത് എന്നാണ്. ഉസ്സ എന്നുള്ളത് അൽ അസീസ് എന്നുള്ള അള്ളാഹുവിൻ്റെ നാമത്തിൽ നിന്നാണ് എന്നൊക്കെയുള്ള വാദഗതി അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അവൻ്റെ സിഫാത്തുകൾ, അത് കൃത്രിമം കാണിക്കാനായിട്ട് പാടുള്ളതല്ല എന്നു മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ കുട്ടികൾക്ക് പേരിടുമ്പോൾ അള്ളാഹുവിൻ്റെ നാമമാണോ എന്ന് ഉറപ്പിക്കണം. സാധാരണഗതിയിൽ നമ്മൾ പേരിടാറില്ലേ ജലീൽ എന്ന്? ജലീൽ അള്ളാഹുവിൻ്റെ നാമമല്ല. അൽ ജലീൽ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നാമമല്ല. ലം യരിദ് ബിഹി നസ്സുൻ മിൻ കിതാബിൻ ഔ സുന്നത്തിൻ സ്വഹീഹത്തിൻ എന്ന കിതാബിലോ ശരിയായ സുന്നത്തിലോ അങ്ങനെ ഒരു നാമം വന്നിട്ടില്ല. ദുൽ ജലാലി വൽ ഇക്റാം എന്ന് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. ദിൽ ജലാലി വൽ ഇക്റാം എന്നും വന്നിട്ടുണ്ട്. രണ്ടും സൂറത്തുർ റഹ്മാനിൽ നമുക്ക് കാണാം. എന്നാൽ അൽ ജലീൽ എന്നും വന്നിട്ടില്ല, അൽ ജലാൽ എന്നും വന്നിട്ടില്ല. അതുകൊണ്ട് അവ രണ്ടും ലൈസ അസ്മാഉൻ ലില്ലാഹി തആല, അല്ലാഹുവിൻ്റെ നാമങ്ങളല്ല. അതുപോലെ തന്നെ ഇപ്പോൾ 99 നാമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീടുകളിലൊക്കെ കെട്ടിത്തൂക്കിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലോ പുസ്തകങ്ങളിൽ പോലും ഉണ്ടാകും. അതിനകത്ത് കാണാം അല്ലാഹ് ദ്രോഹിക്കുന്നവൻ, അള്ളാഹുവിൻ്റെ നാമമായിട്ട് ദ്രോഹിക്കുന്നവൻ എന്നുള്ള, അത് അള്ളാഹിൻ്റെ നാമാണെന്ന്. അള്ളാഹിൻ്റെ നാമല്ല.
നോക്കണം, നമ്മളെ അടുക്കലുള്ള അസ്മാഉൽ ഹുസ്ന പരിശോധിക്കുക. അതിൽ അല്ലാർ എന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ നാമമല്ല. ചില ആളുകൾ സത്താർ എന്ന് പേരിടും. സത്താർ അള്ളാഹുവിൻ്റെ നാമമല്ല, സിത്തീർ എന്നാണ് അള്ളാഹുവിൻ്റെ നാമം എന്ന് മനസ്സിലാക്കുക. മനാഫ്, മനാഫ് എന്ന് പറയുന്നത് സ്വനമും മിൻ അസ്മാഇൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തില് വിഗ്രഹമുണ്ടായിരുന്നു, അതിൻ്റെ പേരാണ് മനാഫ് എന്ന് പറയുന്നത്. അത് അൽ മുഫസ്സൽ ഫി താരീഖിൽ അറബി ഖബ്ല അൽ ഇസ്ലാം എന്ന് പറയുന്ന കിതാബിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഇത് മാത്രമല്ല, ഇപ്പം മക്കത്തെ മുശ്രിക്കുകളുണ്ടല്ലോ, എന്തുകൊണ്ടാണ് മുശ്രിക്കീങ്ങളായത്? അവര് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമാണോ? അല്ല പ്രിയമുള്ളവരെ, അവര് ലാത്തയോടും ഉസ്സയോടും മനാത്തയോടും പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ വേറെയും ദൈവങ്ങൾ ആരാധ്യന്മാരോട് പ്രാർത്ഥിച്ചിരുന്നു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു. അതിനൊക്കെ എത്രയോ ഉദാഹരണങ്ങൾ കാണാം. അവരുടെ തൽബിയത്ത് സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുണ്ട്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീകൻ ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. അല്ലാഹുവേ, നിനക്കൊരു പങ്കുകാരുമില്ല, ഒരു പങ്കുകാരൻ ഒഴികെ, ആ പങ്കുകാരനെയും അവൻ ഉടമപ്പെടുത്തുന്നതും സകലം നീ ഉടമപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ തൽബിയത്ത്. അള്ളാഹുവിനോട് അവര് അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു. കഅബ ബദർ യുദ്ധത്തിന് പോയപ്പോൾ കഅബയുടെ കില്ല പിടിച്ച് പ്രാർത്ഥിച്ചല്ലോ, സത്യത്തിൻ്റെ അഹ്ലുകാരെ നീ വിജയിപ്പിക്കണേ എന്ന്. അപ്പം അള്ളാഹ് അത് മാത്രമല്ല, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശങ്ങളും ഭൂമിയും ആരാണ് സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ ആ മക്കത്തെ മുശ്രിക്കുകൾ പറയും ലയഖൂലുന്നല്ലാഹ്, അല്ലാഹുവാണ് എന്നവർ പറയും, മക്കത്തെ മുശ്രിക്കുകൾ. എന്നിട്ടും അവരെന്തുകൊണ്ട് മുശ്രിക്കുകളായി? അവരല്ലാഹിനോട് മാത്രം പ്രാർത്ഥിച്ചില്ല എന്നതാണ് ഒരു കാര്യം. മറ്റൊന്ന്, അള്ളാഹുവിൻ്റെ അസ്മാകൾ പലതും അവർ കൃത്യമായി അംഗീകരിച്ചില്ല. ഹുദൈബിയ സന്ധിയുടെ ചരിത്രം നിങ്ങൾ വായിക്കണം, നമ്മൾ പഠിക്കണം. അതിനകത്ത് കാണാം, ഉടമ്പടി എഴുതിയപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ആരംഭിക്കുന്നു എന്ന് എഴുതിയപ്പോൾ റഹ്മാൻ അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല. പരിശുദ്ധ ഖുർആനിന്റെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാൻ അതിന്റെ 60-ാമത്തെ ആയത്തിൽ കാണാം, വഇദാ ഖീല ലഹുമുസ്ജുദൂ ലിർറഹ്മാൻ, പരമകാരുണികനായ റഹ്മാനായ റബ്ബിന് സുജൂദ് ചെയ്യാൻ, സാഷ്ടാംഗം നമിക്കാൻ വേണ്ടി അവരോട് പറയപ്പെട്ടാൽ കാലു, അവർ ചോദിക്കും, വമർ റഹ്മാൻ, എന്ത് റഹ്മാൻ, ഞങ്ങൾക്കതറിയൂല. എന്ത് റഹ്മാൻ? അനസ്ജുദു ലിമാ തഅ്മുറുന, ഞങ്ങളോട് ഇങ്ങനെ കൽപ്പിക്കുമ്പോഴേക്ക് ഞങ്ങൾ സുജൂദ് ചെയ്യുകയോ? അതിനൊന്നും ഞങ്ങൾ ഒരുക്കമല്ല. ഞങ്ങൾക്ക് റഹ്മാൻ ആരാണെന്ന് അറിഞ്ഞുകൂടാ, അത് ഞങ്ങൾ അംഗീകരിക്കുകയില്ല. അപ്പോൾ മക്കത്തെ മുശ്രിക്കുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരോട് ആരാധന നടത്തി, പ്രാർത്ഥന നടത്തി എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ അസ്മാകൾ, സിഫാത്തുകൾ അവർ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, പരലോക വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം പ്രിയമുള്ളവരെ? വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ ഒട്ടനവധി ആയത്തുകളിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ അസ്മാകൾ പഠിക്കണം എന്ന് കാണാം. നിങ്ങൾ അറിയണം, പഠിക്കണം എന്ന് എത്രയോ ആയത്തുകൾ കാണാം. ഒരു 30ഓളം ആയത്തുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഏതാനും ആയത്തുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഇപ്പം സൂറത്തുൽ ബഖറയുടെ 209-ാമത്തെ ആയത്ത്, ഫഅലമൂ. എന്താ ഈ ഫഅലമൂ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ഇൽമുള്ള ആളുകളാകണം, നിങ്ങൾ പഠിക്കണം. അന്നല്ലാഹ അസീസുൻ ഹകീം, അല്ലാഹു തആല നിശ്ചയം അസീസാണ്, പ്രതാപവാനാണ്, ഹകീമാണ്, യുക്തിമാനാണ്. ഇത് നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ് വഅന്നല്ലാഹ ഗഫൂറുർ റഹീം. സൂറത്തുൽ മാഇദ 98. നിങ്ങൾ പഠിക്കണം, അറിയണം, അല്ലാഹു തആല ഏറെ പൊറുക്കുന്നവനാണ്, കരുണാനിധിയാണ് എന്ന്. സൂറത്തുൽ ബഖറ 267 കാണാം, വഅലമൂ അന്നല്ലാഹ
ഗനിയുൻ ഹമീദ്. അല്ലാഹു തആല ഗനിയാണ്. എന്താ ഗനി എന്ന് പറഞ്ഞാൽ? ആരെയും ആശ്രയിക്കാതെ സ്വന്തമായി ഐശ്വര്യമുള്ളവൻ, സമ്പന്നൻ. ഹമീദ് എന്ന് പറഞ്ഞാൽ സ്തുത്യർഹൻ. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറ 244 കാണാം, വഅലമൂ അന്നല്ലാഹ സമീഉൻ അലീം. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. അപ്പൊ ഇങ്ങനെ ഇത് പഠിക്കണം, അറിയണം എന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ ധാരാളം ആയത്തുകൾ കാണാം. നമ്മൾ പഠിക്കണം പ്രിയമുള്ളവരെ. ഇത് പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിക്കൊണ്ട് ഒരു കാര്യം അറിയേണ്ടതുണ്ട്. ഒന്ന്, അള്ളാഹുവിൻ്റെ നാമങ്ങളുണ്ടല്ലോ, അതെന്തൊരർത്ഥത്തിനാണോ പ്രയോഗിച്ചത്. ഇപ്പോൾ സമീഅ, എന്താ സമീഅ എന്ന് പറഞ്ഞാൽ പറയൂ? എല്ലാം കേൾക്കുന്നവനാ. എല്ലാം കേൾക്കുന്നവനായ ശക്തി അതാര് മാത്രമേ ഉള്ളൂ? അള്ളാഹു മാത്രമേ ഉള്ളൂ. വേറൊരു ശക്തിയില്ല. കൃത്യമായിട്ടും മനസ്സിലാക്കുക. അതുപോലെ അൽ അലീം, എല്ലാം അറിയുന്നവൻ. എല്ലാം കേൾക്കുന്നവൻ എന്ന് പറഞ്ഞു സമീഅ. അതുപോലെ അൽ അലീം, എല്ലാം അറിയുന്നവൻ. ഇതുപോലെ മറ്റൊരു ശക്തിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിച്ചാലോ കുഫറാകും, കാഫറാകും. എന്നാൽ നിങ്ങൾ നോക്കിക്കോളൂ, നമ്മുടെ സമൂഹത്തിൽ എത്ര ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നത്. ഇപ്പോൾ 5-ാം നൂറ്റാണ്ടിൽ ജനിച്ച് ജീവിച്ച് മരിച്ചുപോയിട്ടുള്ള ഷെയ്ഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, ബാഗ്ദാദിലാണ് അദ്ദേഹത്തിൻ്റെ കബറിടം. അപ്പോൾ അദ്ദേഹത്തെ ഇവിടെ നിന്ന് ഒരാൾ തൻ്റെ രോഗം മാറ്റാൻ വേണ്ടി വിളിക്കാൻ, അവിടെ എന്താ സംഭവിക്കുന്നത്? ഷെയ്ഖ് മുഹയ്യദ്ദീൻ റഹിമഹുല്ലാ എല്ലാം കേൾക്കുന്നു എന്നാണ് സംഭവിക്കുന്നത്. യാ ഷെയ്ഖ് മുഹയ്യദ്ദീൻ എന്ന് വിളിക്കുമ്പോൾ ഈ വിളി അദ്ദേഹം കേൾക്കുന്നു എന്നാണ്. അപ്പം എല്ലാം കേൾക്കുന്നു, അദ്ദേഹം എല്ലാം കേൾക്കുന്നു എന്ന ആ ഒരു വിശ്വാസം അവിടെ വരികയാണ്. അതുകൊണ്ടാണ് വിളിക്കുന്നത്. അപ്പം അള്ളാഹുവിന് മാത്രമുള്ള എല്ലാം കേൾക്കാനുള്ള കഴിവ് മുഹിയുദ്ദീൻ ഷെയ്ഖിന് വകവെച്ചു കൊടുക്കുന്നു. വേറൊരാളെന്താ വിളിക്കുന്നത്? ബദരീങ്ങളെ എന്ന് വിളിക്കാൻ. അപ്പം ബദരീങ്ങളെല്ലാം കേൾക്കുന്നു എന്നുള്ളത് വരികയാണ്. വേറൊരാളോ ഗുരുവായൂരപ്പ എന്ന് വിളിക്കാൻ. അപ്പം അദ്ദേഹം എല്ലാം കേൾക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ നോക്കൂ, അവിടെ എന്ത് വരുന്നു? അള്ളാഹുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള അവന് മാത്രമുള്ള വിശേഷണങ്ങൾ, നാമങ്ങൾ മറ്റുള്ള ആളുകൾക്ക് വകവെച്ചു കൊടുക്കുന്നു. ഖുർആൻ എന്താ പറയുന്നത്? വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അള്ളാഹുവിന് തുല്യനായിട്ട് ഒരാളും തന്നെയില്ല എന്നാണ്. അപ്പോൾ ഉണ്ട് എന്നുള്ള വിശ്വാസം വരികയാണ് ഇങ്ങനെയുള്ള ശക്തികളോടൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ. അപ്പം എന്താണ്? കുഫ്ർ സംഭവിക്കാൻ നിസ്സാര കാര്യമല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയുണ്ടായി, ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. സൂറത്ത് ഷൂറയിൽ ആയത്താണ്. അവനെ പോലെ യാതൊന്നുമില്ല. അതായത് അള്ളാഹുവിനോട് തുലനം ചെയ്യുവാനോ അള്ളാഹുവിൻ്റെ ആ വിശേഷണങ്ങൾ അതേ അർത്ഥത്തിൽ ഇദ്ദേഹത്തിന്, അത് അമ്പിയാക്കളാകട്ടെ ഔലിയാക്കളാകട്ടെ മഹാത്മാക്കളാകട്ടെ, അവർക്കുണ്ട് എന്ന് വിശ്വസിച്ചാൽ കുഫ്ർ സംഭവിക്കും. അപ്പം ചില ആളുകൾ പറഞ്ഞു, ഖുർആനിൽ നബിയെക്കുറിച്ച് എന്ത് പറയുന്നുണ്ട്? റഊഫ് എന്ന് പറയുന്നുണ്ട്. സൂറത്ത് തൗബയുടെ അവസാനത്തെ ആയത്തിൽ കാണാം, അദ്ദേഹം റഊഫും ബിൽ മുഅ്മിനീന, വിശ്വാസികളോട് കൃപ കാണിക്കുന്നവനാണെന്നുണ്ടല്ലോ. അവിടെ അള്ളാഹുവിന് പ്രയോഗിച്ച അർത്ഥത്തിലല്ല, അള്ളാഹുവിന് റഊഫ് എന്ന് പ്രയോഗിച്ചത് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഹശ്റിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇത് പറഞ്ഞിരുന്നു. ആ പ്രാർത്ഥനയുണ്ടല്ലോ, റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. റഊഫ്, റഊഫ് എന്ന് പറഞ്ഞാൽ കൃപ ചെയ്യുന്നവൻ. അത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ നാമാണ്. ആ ഒരു അർത്ഥം മുഹമ്മദ് നബിക്ക് കൽപ്പിച്ചാൽ എന്താവും? കാഫിറാകും.
ഇപ്പൊ എല്ലാം കേൾക്കുന്നവെന്ന് പറഞ്ഞല്ലോ. സമീഅ എന്ന മനുഷ്യന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹൽ അതാലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ഷൈഅം മദ്കൂറാ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹ് ഫജഅൽനാഹു സമീഅൻ ബസീറാ. മനുഷ്യനെ സമീആക്കിയിരിക്കുന്നു, ബസീറാക്കിയിരിക്കുന്നു. ബസീർ എന്ന് പറഞ്ഞാൽ കണ്ടറിയുന്നവൻ. അപ്പൊ സമീഅ ബസീർ, ഇങ്ങനെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ സാധാരണ സകല മനുഷ്യർക്കും, മുസ്ലിങ്ങൾക്ക് എന്ന് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും. അപ്പം അതിനർത്ഥം മനുഷ്യന്മാർക്കൊക്കെ എല്ലാം കേൾക്കാനൊക്കെ കഴിവുണ്ടെന്നാണ്? ഒരിക്കലുമല്ല. അങ്ങനെ വിശ്വസിക്കാനേ പാടില്ല. അതാണ് ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. അതുപോലെ വലം യകുൻ ലഹു കുഫുവൻ അഹദ് എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഈ നാമങ്ങളെന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, അല്ലാഹു തആല ഖുർആനിൽ പഠിപ്പിച്ച, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ പഠിപ്പിച്ച ആ നാമങ്ങൾ തന്നെ നമ്മൾ പ്രയോഗിക്കാനും വിളിക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പം എന്തൊരു നാമം നമ്മൾ വിളിക്കുമ്പോഴും നിങ്ങൾ നോക്കൂ, അള്ളാഹിനെക്കുറിച്ച് ഖുർആനിൽ കുറേ നാമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാൻ ഞാൻ, സൂറത്തുൽ ഇസ്രാ 53 അള്ളാഹു തആല സ്വയം വിശേഷിപ്പിക്കുകയാണെന്ത്? അള്ളാഹു തആല ഗഫൂറാണ്, റഹീമാണ് എന്നുള്ളത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീആ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ആ ആയത്ത് അവസാനിക്കുന്നത് അവൻ ഗഫൂറാണ്, റഹീമാണ്. അപ്പം ഇങ്ങനെയുള്ള നാമങ്ങൾ എന്താണ്? അള്ളാഹു സ്വയം വിശേഷിപ്പിക്കുകയാണ്. ഗഫാർ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് ഖുർആനിൽ, ഗഫൂർ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്നറിയോ? മനുഷ്യന്മാർ പ്രയോഗിക്കുമ്പോഴല്ല. മനുഷ്യന്മാരിൽ ഇപ്പം എന്തുണ്ടാവും? ആദിൽ എന്ന് പേരിടും ആളുകൾക്ക്. ആദിൽ എന്ന് പറഞ്ഞ അർത്ഥം നീതിമാൻ എന്നാണ്. ഇമാമുൻ ആദിൽ എന്നൊക്കെ കേട്ടില്ലേ? പക്ഷേ അവൻ ലാലിമായിരിക്കും, അവൻ അക്രമിയായിരിക്കും, അനീതി കാണിക്കുന്നവനായിരിക്കും. പേരെന്താണ്? ആദിൽ എന്നാണ്. അങ്ങനെയൊന്നും അള്ളാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അത് മുന്നോട്ട് വെക്കുന്ന അർത്ഥ തലങ്ങൾ, അതിൻ്റെ ആശയ തലങ്ങൾ, അത് അള്ളാഹുവിന് മാത്രം, അത് സമ്പൂർണമായിട്ടുള്ള സത്യം ആയിട്ടുള്ള വിശേഷണങ്ങൾ കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ പ്രിയമുള്ളവരെ, ചില കാര്യങ്ങൾ കൂടെ ഈ ആയത്തുകളെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയെ സംബന്ധിച്ച് ഗൗരവതരത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് ഒരുപാട് നാമങ്ങളും ഗുണവിശേഷണങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നാമങ്ങൾ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ആലിമുൽ ഗൈബ് വശ്ശഹാദ, അതൊക്കെ അള്ളാഹിൻ്റെ നാമങ്ങളാണ്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്നാ യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അങ്ങനെയുള്ള നാമങ്ങൾ നമ്മൾ പഠിക്കണം. ഖുർആനിൽ സൂറത്തുൽ ഹദീദിൽ 3 ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം. മനോഹരമായിട്ടുള്ള ഒരുപാട് അർത്ഥതലങ്ങളുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങൾ. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള നാമങ്ങൾ ഇപ്പോൾ പേര് വിളിക്കുമ്പോൾ നമ്മൾ നേരത്തെ ചില കാര്യങ്ങൾ പറയണ്ടായി. ഇപ്പോൾ അള്ളാഹ് എന്നൊരാൾക്ക് പേരിടാൻ പറ്റുമോ? ഒരിക്കലും പാടില്ല. അർ-റഹ്മാനി എന്ന് പേരിടാൻ പറ്റുമോ? ഇല്ല. അബ്ദ് കൂട്ടി വിളിക്കാം. അപ്പോൾ ഈ നാമങ്ങൾ ഇടുമ്പോൾ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ നാമങ്ങളെ ഗുണവിശേഷണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഖുർആനിൽ
അർ-റഹ്മാനു അലൽ അർശിസ്തവാ എന്ന് കാണാം. അല്ലാഹു തആല പരമകാരുണികൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. സൂറത്ത് ത്വാഹ 20-ാം അധ്യായം 5-ാമത്തെ സൂക്തമാണ്. അപ്പൊ അള്ളാഹു ഉപവിഷ്ടനായി എന്ന് പറയുമ്പോഴേ, ഇരുന്നു എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് ഇരുന്നത് എന്നൊന്നും നമ്മൾ ചോദിക്കാനോ പറയാനോ അതൊന്നും പാടില്ല എന്നുള്ളതാണ്. ഒരാൾ മഹാനായിട്ടുള്ള ഇമാം മാലിക് റഹ്മഹുല്ലയോട് വന്നിട്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് അള്ളാഹു ഇസ്തിവാ ചെയ്തത്? അപ്പം അദ്ദേഹം പറഞ്ഞു, അൽ ഇസ്തിവാഉ മഅലൂമുൻ വകൈഫിയതുഹു മജ്ഹൂലുൻ വസ്സുആലു അൻഹു ബിദ്അ. അതായത് അല്ലാഹു ഉപവിഷ്ടനായി എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ്, മഅലൂമാണ്. എന്നാൽ വകൈഫിയതുഹു മജ്ഹൂലുൻ, എങ്ങനെയാണ് ഇരുന്നത് അതിപ്പോൾ നമ്മൾ ഒരാൾ ഇരിക്കുന്നത് പോലെയെന്ന് മനസ്സിൽ വിചാരിക്കാൻ പാടില്ല, അങ്ങനെ ഉപമപ്പെടുത്താൻ പാടില്ല, സാദൃശ്യപ്പെടുത്താൻ പാടില്ല. അള്ളാഹുവിൻ്റെ ആ ജലാലത്തിന്, ഔന്നിത്യത്തിന് യോജിക്കുന്ന അള്ളാഹുവിൻ്റെ ആ മഹത്വത്തിന് അനുസൃതമായിട്ടുള്ള രൂപത്തിലുള്ള ഒന്നാണത്. അപ്പൊ അതെങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള ചോദ്യങ്ങൾ തന്നെ അനാചാരമാണ് എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്നാൽ 99 നാമങ്ങൾ മാത്രമല്ല, വേറെയും നാമങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇമാം അഹ്മദ് 3712 പറയുന്ന ഒരു സംഭവമുണ്ട്. അതിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പ്രാർത്ഥനയാണ്, അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവലക്, ഞാൻ നിന്നോട് തേടുന്നു, അല്ലദീ സമ്മൈത ബിഹി നഫ്സക്, നീ സ്വയം നാമമായിട്ട് സ്വീകരിച്ചുള്ള അങ്ങനെയുള്ള നാമങ്ങൾ കൊണ്ട്, പേരുകൾ കൊണ്ട് ഞാൻ നിന്നോട് തേടുന്നു. ഔ അൻസൽതഹു ഫീ കിതാബിക്, നീ നിന്റെ കിതാബിൽ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള നാമങ്ങൾ കൊണ്ട്. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, അല്ലെങ്കിൽ നിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരാളെ പഠിപ്പിച്ച നാമങ്ങൾ കൊണ്ട്. അവിസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക്, നിന്റെ അടുക്കല് അദൃശ്യജ്ഞാനത്തിൻ്റെ ലോകത്ത് നീ ഒരുക്കി വെച്ചിട്ടുള്ള, സ്വീകരിച്ചിട്ടുള്ള ആ നാമങ്ങൾ കൊണ്ടെല്ലാം ഞാൻ ചോദിക്കുന്നു. അപ്പോൾ 99 നാമങ്ങൾ മാത്രമാണ് എന്ന് ആ ഹദീസിലും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിലധികം നാമങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. ഇത് പറഞ്ഞു. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹുവിന് 99 നാമങ്ങളിലധികം ഉണ്ട് എന്ന് ഇത് നമുക്ക് മനസ്സിലാക്കാം. ഏതായിരുന്നാലും നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ ഈ നാമങ്ങൾ അറിയുക, ഇത് നന്നായി പഠിക്കണം, അത് മറ്റൊരാൾക്കും ചാർത്തരുതേ എന്നുള്ളതാണ്. പടച്ച റബ്ബ് അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട്. സമയദൈർഘ്യം പറയുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾ നോക്കൂ, ചില നാമങ്ങളൊക്കെ അള്ളാഹു ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ളത് ഒരുമിച്ചാണ്. അതായത് അൽ അഫൂവുൽ ഖദീർ, അൽ അസീസുൽ ഹക്കീം, അസ്സമീഉൽ ബസീർ ചേർത്തുകൊണ്ട്, 2 എണ്ണം ഒരുമിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. അങ്ങനെ പല പ്രത്യേകതകളും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ എന്ന് പറയുന്നത് അവൻ്റെ ആ വിശേഷണങ്ങൾ, ഇലാഹിൻ്റെ, ആരാധ്യനായ സർവശക്തൻ്റെ സകല വിശേഷണങ്ങളും ഉൾക്കൊള്ളുന്ന നാമങ്ങളാണ് എന്നുള്ളതാണ്. പിന്നെ ഈ ഗഫൂറാണ്, എല്ലാം പൊറുക്കുന്നവനാണെന്നുണ്ടല്ലോ, അതിനർത്ഥം പാപങ്ങൾ ചെയ്യാമെന്നല്ല. പാപങ്ങൾ നമ്മൾ വിട്ടു നിൽക്കണം. അള്ളാഹു പുറത്തു തരും. എങ്കിൽ പോലും പാപങ്ങൾ വിട്ടു നിൽക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അറിയുവാനും പഠിക്കുവാനും അള്ളാഹുവിനെ കൂടുതലായി സ്നേഹിക്കുവാനും അവനിലേക്ക് അടുക്കുവാനും ഒക്കെ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين. صلى الله وسلم على نبينا محمد والحمد لله رب العالمين.